CPM-ന് ഇതിന്റെ ഒരാവശ്യവുമില്ല. അവിടെ പാർട്ടി എന്ന രീതിയിൽ ഇമാതിരിയുള്ള നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. ഞങ്ങളൊട്ട് ആ നിലപാട് സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ മുമ്പേ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ നിയോജക മണ്ഡലത്തിൽ ആദ്യം മുതൽ ഒരു മാസത്തിലധികമായി സ്വീകരിച്ചു വരുന്ന ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് നിരവധി ആളുകളെ തെറ്റായ പ്രവണതകളുടെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരെ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് പേരെന്നെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും വക്താക്കളെ. അതെല്ലാം വിട്ട് നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലീസിന്റെ ഒരു മൊഴി ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇടതുപക്ഷത്തിനെതിരായിട്ട് കടന്നാക്കം നടത്തേണ്ട കാര്യമായിട്ടുള്ളത്. അല്ല, സ്ഥിരമായിട്ടുള്ള നിലപാടാണ്. CPM വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം CPM-ന്റേതാണെന്ന് നിങ്ങൾ ഒഫീഷ്യലി ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPIM-ന്റേതല്ലാത്ത നിരവധി CPM-ന്റെ പേരുപയോഗിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അത് ഒരു പേര് ഞാൻ നേരത്തെ പറഞ്ഞത്, നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ് പലതും. അതിലൊന്നാണ് പോരാളി ഷാജി. ഇപ്പൊ നിങ്ങളിതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എൻകൗണ്ടർ കമ്മ്യൂണിസ്റ്റ് എൻകൗണ്ടർ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ പറയുന്ന പേരുകളിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുമായിട്ട് ഔദ്യോഗികമായി യാതൊരു തരത്തിലുള്ള ബന്ധമുള്ളതല്ല. ഓരോരുത്തർ ഓരോ രീതിയിൽ കൈകാര്യം ചെയ്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നിരവധിയായ കാര്യം നമുക്കെതിരേക്കും. ചിലപ്പോഴൊക്കെ ചിലത് നമുക്ക് അനുഭവം പോയി. അത്രേ കണ്ടാൽ മതി. ഇതിനാ കൊണ്ടുവരണം. അല്ല, അവര് ചെയ്യേണ്ടുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ളത് പകുതി വന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. വെറുതെ ആവശ്യമില്ലാതെ ഇമാതിരി ചോദിക്കേണ്ട കാര്യമില്ല. അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് അവരന്വേഷിച്ചുകൊണ്ടിരിക്കല്ലേ. അതല്ലേ കോടതി കൊടുത്തത്. അന്വേഷണം പൂർത്തിയായാലേ മനസ്സിലാവുള്ളൂ ആരാണ് ഇതിന്റെ ഓടി എന്നത് ഉൾപ്പെടെ. ഏതെങ്കിലും വഴിക്ക് കിട്ടിയ ഒരാളെ കടന്നാക്രമിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് വൃത്തിയായിട്ട് വരട്ടെ. വരുന്നത് ഞങ്ങൾക്ക് ഒരു ഉൾക്കണ്ടിയില്ല. എന്തുകൊണ്ട് അതന്നെയാണ്. അല്ല സുഹൃത്തെ, കൃത്യമായിട്ട് മലയാളത്തിൽ തന്നെ നിങ്ങൾ പ്രസിദ്ധീകരിച്ചല്ലോ. എന്താ പ്രസിദ്ധീകരിച്ചത്? ഇന്ന ആളുകളെല്ലാം ചോദ്യം ചെയ്തപ്പോൾ അതിന്റെ വിശദാംശം പൂർണ്ണമായി കിട്ടിയില്ല. പൂർണ്ണമായി പോലീസ് പോയി. പോലീസ് തന്നെയാ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ, പോലീസിന്റെ കയ്യിലുള്ളത് ഇവരുടെ എല്ലാം ഫോൺ ഉൾപ്പെടെയാണ്. പരിശോധിക്കട്ടെ. നമ്മൾ അതിനാ ധൃതിപ്പെടുന്നത്. അല്ല, അതിപ്പോ ഷെയർ ചെയ്യുന്നതിന് രണ്ടു തരമുണ്ട്. പോസ്റ്റ് ചെയ്ത ഷെയർ അയാൾ ഞങ്ങളെ മുമ്പിൽ അത് വന്നിട്ടില്ല. അവർ വെളിപ്പെടുത്തട്ടെ. അതിന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അതിന്റെ പോലീസല്ലേ ചെയ്യേണ്ടത്. അത് ഞങ്ങൾ വേറെ ആലോചിച്ചോളാം. അത് പറയാനില്ല. അതിന്റെ മേലെ ജീപ്പ കളിക്കണ്ട. ഞങ്ങൾ ഇതിന്റെ അകത്ത് ഒരു വിഷയവും പുറത്തു വരുന്നതിൽ ഞങ്ങൾ കുരുക്കട്ടില്ല. ഞാൻ ഒന്നും പറഞ്ഞു കേട്ടെ. ഒരു വിഷയവും പുറത്തു വരുന്നതിൽ ഞങ്ങൾ കുരുക്കണ്ടില്ല. കാരണം ഞങ്ങളൊരു പാർട്ടി എന്ന രീതിയിൽ ഇതിന് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഇന്നലെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ ഇന്നലെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും അല്ല, അതൊക്കെ ഓരോരുത്തർ പറഞ്ഞ അഭിപ്രായമാണ്. ഞാനിപ്പോ എന്റെ പാർട്ടിയുടെ അഭിപ്രായം പറയുന്നത്, പാർട്ടി നിലപാടാണ് പറയുന്നത്. AK ലതിക ഷെയർ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ നേരത്തെ എന്നോട് വിശദീകരിച്ചത്. ആ വിശദീകരിച്ചാണ് പാർട്ടി നിലപാട്. ഇത് അതിന് ഒറ്റക്കൊറ്റക്ക് ആര് പറയുന്നതും പാർട്ടി നിലപാടല്ലോ. ഞങ്ങളിപ്പോ പറഞ്ഞിട്ടുള്ളത് പാർട്ടി ചൈന ഉൾപ്പെടെയല്ലേ ഈ പാർട്ടി. അപ്പൊ ഈ പാർട്ടി പറഞ്ഞ വെക്കാൻ ഒറ്റക്കൊറ്റക്കുള്ള കാര്യം എടുക്കണ്ട. അല്ല, UDF ആയാലും നമുക്ക് തുടങ്ങിയത്. പിന്നെ അത്രയും ഞാൻ പേര് പറഞ്ഞ വൃത്തിയാ. ഇത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിന്റെയും പിന്നിൽ UDF-ന്റെ പ്രേരണയുണ്ട്. അല്ല, നമുക്ക് ദോഷം ഉറപ്പില്ലുണ്ട് ഉള്ളത്. ആരും അതുകൊണ്ടാണല്ലോ ലളിത ഉൾപ്പെടെ പറഞ്ഞത്.
ഇതിങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ സമൂഹം നിലനിൽക്കണ്ടേ? അപ്പോൾ വർഗീയതയുടെ ഇതുപോലുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് CPM-ഓ ഇടതുപക്ഷ ജനാധിപത്യത്തിനോ ഒരിക്കലും അംഗീകരിക്കുന്ന നിലപാടല്ല സ്വീകരിക്കും. ഇനി സ്വീകരിക്കില്ല. 2 വോട്ടിന്റെ കാര്യമല്ലല്ലോ, വോട്ടെല്ലാം വരികയും പോവുകയും ജയിക്കുകയും നോക്കുകയും ചെയ്യും. പക്ഷെ ഇത് മലീമസമാവുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിലെ രൂപപ്പെടുത്തുക, അത് തെറ്റായ സമൂഹത്തിൽ അത് തുടങ്ങിയത് UDF ആണ്. അതാ പ്രശ്നം. അവരാണ് ഇത് ആരംഭിച്ചത്. ടീച്ചറമ്മ എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ തന്നെ തുടങ്ങിയ ആദ്യത്തെ 1ാമത്തെ പ്രചരണം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രചരണത്തിന്റെയും പിന്നിൽ ഈ അശ്ലീല ചോയും അതുപോലെ തന്നെ വർഗീയ ചോയും എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുവന്നത്. അത് തെറ്റാണ്. അതിനകത്ത് ഏതെങ്കിലും ഒന്നിനെ മാത്രം ഇന്നത്തെ എന്തിനാ ഇത്തരവില്ല വല്ലാതെ ധൃതി. ഇതൊക്കെ വന്നപ്പോ ഇതേപോലെ ചെയ്തല്ലോ. വർഗീയ ജോസഫ് അല്ല, പോലീസ് അല്ലേ തീർപ്പാക്കേണ്ടത്, ആക്കണം. ഞങ്ങൾക്ക് എന്തായാലും എതിർപ്പ് പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നു. അല്ലാതെ പോലീസ് എല്ലാ കാര്യവും ഒരേപോലെ 100% ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് അഭിപ്രായമില്ലല്ലോ. ഭരണകൂടം ആരാണ് അത്? KK ലതികല്ല. അതല്ലേ ലതികക്ക് ന്യായീകരണം പറഞ്ഞത്. അദ്ദേഹം ചെയ്തതാണ് ചെയ്തത്. അതായത് ഇങ്ങനെയൊരു വീഡിയോ കിട്ടിയാൽ സ്വാഭാവികമായിട്ടും അതിന്റെ തെറ്റായ നിലപാടിനെ പ്രതിരോധിക്കുന്നവർക്ക് അത് പറയേണ്ടി വരും. അത് പറഞ്ഞിട്ടുണ്ട് കാണുന്നില്ല. അങ്ങനെ കണ്ടാൽ മതി. തെറ്റായതാണെന്ന് ശക്തിയായിട്ട് പറയാം. പിന്നെ അതിനെ കട്ട് ചെയ്യാം. അതിന്റെ ഭാഗമായിട്ട് ഒന്നും പരിഹരിക്കുന്നില്ലെങ്കിൽ അതിനെ കട്ട് ചെയ്താണ്. അതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ ഫോണിലും. സൈബർ പോരാളികൾ ഞങ്ങളെ കീഴിലാണ്. മറ്റേ സൈബർ പോരാളികൾ എന്ന് പറയുന്നത് ഒരു വിഭാഗമാണ്. ഞങ്ങളുമായിട്ട് പാർട്ടി തലത്തിൽ ബന്ധമുള്ളതൊന്നുമല്ല. എന്ത് പാർട്ടി കൊടുക്കുന്നത് ആക്ച്വലി വെറുതെ പറയുന്നതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഔദ്യോഗിക തലമുണ്ട്. അത് സംസ്ഥാന കമ്മിറ്റിക്കുണ്ട്, ജില്ലാ കമ്മിറ്റിക്കുണ്ട്, താഴെ തലത്തിലുള്ള എല്ലാവർക്കുണ്ട്. അല്ലാതെ ഈ പറയുന്ന പല പേരുകൾ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതൊന്നും CPM-ന്റെ ഭാഗമായിട്ടുള്ള CPM-ന്റെ അഡ്രസ് ഉപയോഗിക്കുന്ന ഒന്നാവാൻ പാടില്ല. ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. അതെല്ലാം പുറത്ത് പോലീസല്ലേ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അന്വേഷിക്കട്ടെ, അവരന്വേഷിക്കട്ടെ. എല്ലാതരം അന്വേഷണവും പോലീസ് നടത്തിക്കോട്ടെ. ഞങ്ങൾക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല. തെറ്റായ ഒരു പ്രവണതയെയും ഞങ്ങൾ വെച്ച് പൊറിപ്പിക്കുന്ന പ്രശ്നമില്ല. മഹാത്മാഗാന്ധിനെ ചെറുതാക്കി. അവരെ വളരെ പ്രധാനപ്പെട്ട ആളാക്കി. മാത്രമല്ല തോക്ക് നേരെ തലയിൽ വെച്ചു കൊടുത്തു. ഇതൊക്കെയാണ് ജനം TV അല്ല ജനമല്ല TV. അവര് ഗാന്ധിയെ ചെറുതാക്കണം, ഗാന്ധിയെ തലക്ക് വെടിവെച്ച് കൊല്ലുന്ന ഇന്നത്തെയും ഒരു അവസ്ഥ, അവരുടെ മാനസികാവസ്ഥ അതാണ്. അതങ്ങനെ പ്രചരിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. ദേശീയ സ്വാതന്ത്ര്യമൊന്നും അവർക്ക് പ്രശ്നമില്ല. ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ ഈ യഥാർത്ഥ അവകാശികളായിട്ട് ഇവരൊന്നും അല്ല വേണ്ടതെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ആരോട്? ആയില്ല. അതിനെ ചോദിക്കേണ്ടതെന്ന് ചോദിക്കും. അതിനെന്തിനാ വിഷമിക്കുന്നത്? ആരോടൊക്കെയാണോ ചോദിക്കേണ്ടത് അതൊക്കെ ചോദിക്കാം. പക്ഷെ അതെല്ലാം കൃത്യമായിട്ട് അതിന്റെ വിവരങ്ങൾ വരട്ടെ. ഇതിന്റെ ഒറിജിൻ എവിടുന്നാണ് എന്ന് കൃത്യമായിട്ട് വരട്ടെ. വന്നതിന് ശേഷം ഇതൊക്കെ അതിന്റെ വഴിയെല്ലാം നമ്മൾ അന്വേഷിക്കാം. ഇപ്പൊ ലതികന്റെ കാര്യം ഞങ്ങൾ ഇപ്പോൾ അന്വേഷിക്കില്ല. അതുപോലെ ഇതെല്ലാം അന്വേഷിക്കാം. ആര്? അതെ അത് നോക്കട്ടെ. അത് നോക്കിയല്ലേ മനസ്സിലാവുള്ളൂ. ഞാൻ ഇപ്പൊ
ഇപ്പോഴും അതിന്റെ മേലെ എന്തെങ്കിലും ഒരു കമന്റ് പറയാതിരിക്കുന്നത് ബോധപൂർവമാണ്. കാരണം ചരിത്രത്തിലില്ലാത്ത രീതിയിൽ എല്ലാവരും ചേർന്നു, കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ചേർന്ന് ഒരു ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവത്തിന്റെ പിന്നിൽ. ഞങ്ങളതിലെടുത്തൊരു നിലപാടുണ്ട്. പൈസ നമ്മുടെ ഘടകങ്ങളൊന്നും പിരിക്കേണ്ടില്ല. എന്നാൽ പരമാവധി പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 10-11 തീയതികളിൽ എല്ലാ വീടും കയറി ഏത് അക്കൗണ്ടിലാണ് ആ അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും അവരുടെ മുമ്പിൽ കൊടുത്ത് അവരോട് പണം അയക്കാൻ പറയുന്ന നിലയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. എന്നാൽ ചിലര് നല്ല രീതിയിലുള്ള പണം സ്വരൂപിച്ചിട്ടുണ്ട്. ആ പണം സ്വരൂപിച്ചതൊക്കെ എന്തൊക്കെയാണെന്ന് ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ അന്വേഷണവും അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അവരെന്നെ കൈകാര്യം. ഇപ്പോഴും വയനാടിന്റെ പ്രശ്നം വന്നപ്പോൾ കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഒക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മട്ടന്നൂര്, കൂത്തുപറമ്പ് മേഖലയിൽ, പേരാവൂർ മേഖലയിലൊക്കെ നിരവധി വീടുകൾ തകർന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും ചില പ്രധാനപ്പെട്ട ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ച് അവരെയും സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത്. വ്യാപകമായിട്ട് കേരളത്തിലുടനീളം ഉണ്ടായിട്ടില്ല, എന്നാലും ചില മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അത് കണ്ണൂർ, കോഴിക്കോട് ജില്ലയിലാണ് കുറേ കൂടി വ്യാപകമായിട്ട് ഉണ്ടായത്. ഇത് കോടതിയിൽ ഇറ്റായി പറഞ്ഞല്ലോ, അത് റിപ്പോർട്ട് കൊടുക്കാം. കൊടുക്കട്ടെ. ഞാനിവിടെ ഓരോന്ന് പറഞ്ഞല്ലോ, നിങ്ങളുടെ മുമ്പിലല്ലേ പറഞ്ഞത്. ആ പറഞ്ഞത് ഉൾപ്പെടെയുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ടവർ ഉൾപ്പെടെയുള്ള എല്ലാറ്റിന്റെയും പിന്നിൽ UDF ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒപ്പം BJPയുമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 25-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യമാണ് നിങ്ങളിപ്പോ ആരോപിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതിന്റെ എല്ലാം തുടർച്ചയായിട്ട് വന്ന ഒരു കാര്യം തന്നെയാണത്. അതിന്റെ ഒറിജിനൽ കണ്ടെത്തി ആവശ്യമായ നിലപാട് നമുക്ക് വിശദീകരിക്കുകയും ചെയ്യാം, പറയുകയും ചെയ്യാം. ഇല്ലില്ല, ചോദിച്ചില്ല, ഞങ്ങൾ നിരോധിക്കുന്നു. ഇത് ഞാനങ്ങനെ പാടില്ല. ഇതുവരെ ഞാൻ പറഞ്ഞതിലതൊന്നും അങ്ങനെയല്ല. പാർട്ടിക്ക് ബന്ധമില്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ എല്ലാ പദവും ഒരേപോലെ കാണണ്ട. അതാ പ്രശ്നം. നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഞാൻ പാർട്ടിക്കാരാ. നിങ്ങൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ കുറെ ആളെ പാർട്ടിക്കാരാക്കിയിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടിക്കാരനാണ് ഈ പോരാളി ഷാജി. എനിക്കെന്നെ അറിയില്ല ഈ ഷാജി അങ്ങനെ ഒരു ഷാജി ഉണ്ടോ പോരാളി ഉണ്ടോ എന്ന് ആർക്കറിയാം. ഇവരെല്ലാം നിരന്തരമായിട്ട് പാർട്ടിയുടെ ഭാഗത്തേക്ക് കാട്ടി അടിച്ചു കൊണ്ടുവരികയാണ്. ഇവരെല്ലാം എന്ത് പാർട്ടി ബന്ധമില്ല എന്ന് കൃത്യമായിട്ട് MP ജയരാജൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവരൊന്നായിട്ട് യാതൊരു ബന്ധമുള്ളവരല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പേര് ചൂണ്ടിക്കാണിച്ചിട്ട് ഈ പേരിന്റെ ആളാണ് ഇതിന്റെ എല്ലാം കുഴപ്പത്തിന് ഉത്തരവാദി എന്ന് പറയാൻ പാടില്ല. ഒറിജിനൽ കണ്ടുപിടിച്ചിട്ട് അതിനുശേഷം ആവശ്യമാണെങ്കിൽ ഞങ്ങൾ പരിശോധിക്കാം. അതിന് ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്ന പ്രശ്നമില്ല. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പോലീസിന്റെ കുഴപ്പമില്ല. പോലീസിന് കിട്ടിയ വിവരമാണ് അവർ പറഞ്ഞത്. അവരെ പരിശോധിച്ച് പൂർത്തിയാക്കട്ടെ. ഇപ്പൊ താൽക്കാലികമായ ഒരു ഇതല്ലേ കൊടുത്തിട്ടുള്ളൂ, മൊഴിയല്ലേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് പൂർണ്ണമായിട്ട് വിട്ടുമായിരിക്കും. കിട്ടുമ്പോ വ്യക്തമാവും. അല്ല, കണ്ടെത്താനുള്ള സംവിധാനം പാർട്ടി സംവിധാനമാണ്. അത് മറ്റ് ക്രിമിനൽ സംവിധാനമല്ല. പാർട്ടി സംവിധാനമുണ്ട്. പാർട്ടിക്ക് നല്ല സംവിധാനം. പാർട്ടി ഇതിന്റെ ഭാഗമായിട്ടുള്ള കണ്ടെത്തേണ്ട കാര്യമുണ്ടെങ്കിൽ കണ്ടെത്തും. അതിനൊക്കെ സംശയമൊന്നും വേണ്ട. പ്രതിരോധിച്ച് അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാർട്ടിയുടെ ഔദ്യോഗിക തലത്തിലല്ലാതെ വരുന്ന ഒരുപാട് ഇടതുപക്ഷം എന്ന് പറയുന്ന പോരാളികൾ എന്ന് സ്വയം വിളിക്കുന്ന അല്ലെങ്കിൽ പേരുകൊണ്ട് അങ്ങനെയായ ഒരുപാട് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ചിലപ്പോഴൊക്കെ നമുക്ക് അനുകൂലമായും
പലപ്പോഴും നമുക്കെതിരായിട്ടും വരുന്നതാണ് സ്ഥിതി. അതിനെ മുഖബലക്കെടുത്ത് പാർട്ടിയാണ്, ഔദ്യോഗികമാണ് എന്ന് പറയാൻ സാധിക്കുന്നതല്ല. അതിന്റെ അർത്ഥം അവരെല്ലാം തള്ളിപ്പറയേണ്ടവരാണെന്ന് ഞാൻ പറയുന്നില്ല. അതല്ലേ ഞാൻ പറഞ്ഞു. ചിലപ്പോൾ നമുക്ക് അനുകൂലമായിട്ടും പറയും, നമുക്ക് എതിരായിട്ടും പറയും. അത് രണ്ടും കണ്ടോളണം. അങ്ങനെ കണ്ടു അതിനാണ്. ഏത് അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ. ഇതുകൊണ്ടാണ് വടകര തിരിച്ചടി ഉണ്ടായതെന്ന് പറയുന്നത് യാതൊരു കാര്യമില്ല. ഇതുൾപ്പെടെ എല്ലാം ചേർന്നാണ്. ഇതെല്ലാം ചേർന്നിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇത് ഒറ്റക്കെട്ട് ഇത് വെച്ചുകൊണ്ട് മാത്രമൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പോരാളി ഷാജി എന്ന് പറഞ്ഞൊരു പേര് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അറിയിക്കാം, അത് നമുക്ക് നോക്കാം, അത് നോക്കാം. ഇതൊന്നും അവരൊന്നും ഇപ്പൊ ഈ പോരാളിയായിട്ടില്ലല്ലോ. പുകമറയൊന്നും അവസാനിക്കൂല. അത് പോലീസിന്റെ വിവരം വരുന്നവരെ പുകമറ അവസാനിക്കൂല. നിങ്ങളോട്ട് അവസാനിപ്പിക്കുകയും ചെയ്യില്ല. നിങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യില്ല. നിങ്ങൾ ചോദിച്ചു നോക്കുക, എന്താ നിങ്ങളുടെ രാജ്യത്തുണ്ടല്ലോ, പുറത്തു പോയി എവിടെയും പോയിട്ടില്ല, അണ്ടർഗ്രൗണ്ടില്ല. നിങ്ങളെന്താ ചോദിക്കാതെ? അതല്ലേ ഫോൺ അവർ കൊണ്ടുപോയത്. ഫോൺ ഗവൺമെന്റിന്റെ കയ്യിലില്ലേ, പോലീസിന്റെ കയ്യിലുണ്ടല്ലോ. അവർ നോക്കട്ടെ. അല്ല, അതിപ്പോ മനോരമയുടെ താല്പര്യം വെച്ചുകൊണ്ട് ഞങ്ങൾ നിലപാട് സ്വീകരിക്കില്ലല്ലോ. ഞങ്ങൾക്ക് പാർട്ടി നിലപാടുണ്ട്. ഇതിന്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ പ്രവണത എവിടെയെങ്കിലും രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ പരിശോധിക്കും, ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. അതിലൊന്നും വിട്ടുപിടിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല.